പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ജനങ്ങൾ. വാഗ്ദാനങ്ങൾ പാലിക്കാതെ വീണ്ടും ഹൈദരാബാദിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയെ തടയുമെന്ന് ഹൈദരാബാദിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. വോട്ട് പോക്കറ്റിലാക്കാൻ എടുത്താ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് രാഹുൽ കരുതിയില്ല. മുതിർന്ന BRS നേതാവും മുൻ മന്ത്രിയുമായ ടി ഹരീഷ് റാവുവാണ് ഇക്കാര്യം മുന്നറിയിപ്പായി രാഹുലിനെ അറിയിച്ചത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ ഓരോ ഡ്രൈവർമാർക്കും നൽകേണ്ട 24,000 രൂപ സംസ്ഥാന സർക്കാർ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിനായി രാഹുൽ ഗാന്ധി ഓട്ടോറിക്ഷകളിൽ കയറി അധികാരത്തിലെത്തിയ ശേഷം അവ ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കണ്ട. അദ്ദേഹം വീണ്ടും ഹൈദരാബാദിലേക്ക് വന്നാൽ ശംഷാബാദിൽ ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തെ തടയുമെന്നും ഹരീഷ് റാവു പറഞ്ഞു. 12,000 രൂപയുടെ വാർഷിക സഹായം, ഓട്ടോ നഗർ, ഓട്ടോ വെൽഫെയർ ബോർഡ് എന്നിവയുടെ വാഗ്ദാനങ്ങൾ വെള്ളയായ മുദ്രാവാക്യങ്ങളായി ചുരുങ്ങി. 2 വർഷത്തിനുള്ളിൽ 1 രൂപ പോലും ഡ്രൈവർമാർക്ക് എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓട്ടോ ഡ്രൈവർമാർക്കായി ക്ഷേമനിധി ബോർഡ് ഉടൻ രൂപീകരിക്കണമെന്നും KTR ആവശ്യപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച ഹൈദരാബാദിലുടനീളം BRS പ്രതീകാത്മക പ്രതിഷേധം നടത്തി. ഡ്രൈവർമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നേതാക്കൾ ഓട്ടോകളിൽ യാത്ര ചെയ്തു. അതേസമയം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിരവധി വാഗ്ദാനങ്ങളാണ് പല സംസ്ഥാനങ്ങളിൽ രാഹുൽ നൽകിയിട്ടുള്ളത്. അതിൽ ചിലത് ഇങ്ങനെയാണ്. ഇന്ത്യയിലെ 20% വരുന്ന ദരിദ്രർക്ക് 20,000 രൂപ പ്രതിവർഷം നൽകുന്നതിലൂടെ ദാരിദ്ര്യത്തിനെതിരെ മിന്നൽ ആക്രമണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ 5 കോടി സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 5 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ എത്തിക്കും. നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത 15 ലക്ഷം എത്തുന്നതിന് പകരം പാവപ്പെട്ടവർക്കുള്ള കോൺഗ്രസ് പദ്ധതിയാണിത്. ഇതിലൂടെ തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കും. ന്യായ് പദ്ധതിയിലൂടെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന 22 ലക്ഷം തസ്തികകളിൽ 1 വർഷം കൊണ്ട് നികത്തും. സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന യുവാക്കൾക്ക് ആദ്യ 3 വർഷം സർക്കാർ അനുവാദം ആവശ്യമില്ലെന്നും 2019 ശേഷം കാർഷിക വായ്പ തിരിച്ചടയ്ക്കാത്ത ഒരു കർഷകനും ജയിലിൽ പോകേണ്ടി വരില്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞത്. അതേസമയം രാഹുലിന്റെ വാഗ്ദാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ തെലങ്കാനയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 4,000 രൂപ ആനുകൂല്യങ്ങൾ അനുവദിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനം. സ്ത്രീകൾക്ക് സാമൂഹിക പെൻഷൻ, പകുതി വിലയ്ക്ക് LPG ഗ്യാസ് സിലിണ്ടർ, സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര എന്നിവ വഴി 4,000 രൂപയുടെ ആനുകൂല്യം ലഭിക്കും. 1,000 രൂപയുടെ LPG സിലിണ്ടർ 500 രൂപയ്ക്കും വിതരണം ചെയ്യുക. സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര, മാസം 1,000 രൂപയുടെ ആനുകൂല്യം, 2,500 രൂപ പ്രതിമാസ സാമൂഹിക പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് രാഹുൽ നൽകിയിരുന്നത്. ജനങ്ങളുടെ മനസ്സറിയുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാരായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി നൽകിയിരുന്നത്. ഇതിൽ എത്രണ്ണം പാലിക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നവംബർ 6-നും നവംബർ 11-നും 2 ഘട്ടങ്ങളായിട്ട് നടക്കാൻ പോവുകയാണ്. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.